ഈണം ഒരു മെഴുതിരി പ്രണയമേ എന്താണല്ലേ ഒരു അഭിനയ സിംഗങ്ങൾ എന്ന് വേണം പറയാനായിട്ട്. സത്യത്തിൽ ഇത് കണ്ടിട്ട് കരയണോ ചിരിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ തുറക്കാൻ പറ്റാത്തവരുടെ അവസ്ഥ. ഈ വക വീഡിയോസ് ആണ് നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ടും അല്ലാതെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അല്ല നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് റീൽസ് കണ്ടോണ്ടിരിക്കില്ലേ, ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യം പോട്ടെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പക്ഷേ നമ്മൾ ഫേസ്ബുക്ക് തുറന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഒരു റീല് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് വരുന്നു. എങ്കിൽ പിന്നെ ഇന്നത്തെ കണ്ടന്റ് ഇതായിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി. എന്തായാലും കുറച്ച് തെറി എനിക്കും കെട്ടുമെന്നറിയാം, എന്നാലും സാരല്ലേ, ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സംഭവം എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇതിന് റീൽ എന്ന് പറയണോ അതോ ആക്ടിങ് എന്ന് പറയണോ അതോ ഇനിയിപ്പോ ബെഡ്റൂമിൽ പോണോ എന്നൊരു ചോദ്യമാണ് സത്യം പറയാലോ എനിക്കിത് കണ്ട സമയത്ത് തോന്നിയത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതിലേക്ക് എന്തിനാണ് എത്തി നോക്കുന്നത് എന്ന് ഇനിയിപ്പോ ചോദിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെ വീട്ടിലിരുന്നോ ബെഡ്റൂമിലിരുന്നോ ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ റീൽസ് ഇടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന കോപ്രായങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് അത് സംസാരിക്കാനുള്ള അവകാശം നമുക്ക് തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൊണ്ടുവന്നിടുന്ന സമയത്ത് അത് കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ ആരും എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. ഈ വക കോപ്രായങ്ങളെ എന്താണ് വിളിക്കേണ്ടത്? ഇത് കണ്ടു കേട്ട് നമുക്ക് വികാരം വരുന്നു, അല്ലെങ്കിൽ സന്തോഷം വരുന്നു, അല്ലെങ്കിൽ എന്താ തോന്നേണ്ടത്? എനിക്ക് പ്രത്യേകിച്ച് കണ്ട സമയത്ത് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല. കരയണോ ചിരിക്കണോ എന്താണ് വികാരം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ മനസ്സിലായില്ലേട്ടെ. എനിക്ക് തന്നെ എന്റെ വികാരം എന്താണെന്ന് മനസ്സിലായില്ല. ഇത് കാണുന്ന സമയത്ത് ഒരു നിർവികാരതയായിരുന്നു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തോന്നിയത്. അപ്പൊ ചിലരൊക്കെ പറയും, ആ പെണ്ണിന്റെ വേഷവിധാനം നല്ലതായിരുന്നില്ലേ എന്ന് ചോദിക്കും. വേഷവിധാനം നല്ലതായതുകൊണ്ട് മാത്രമായില്ലല്ലോ ഒരാൾ അവിടെ നിന്ന് അഭിനയത്തിന്റെ പേരിൽ മുതലെടുക്കുന്നു എന്നാണ് അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. ഒരു മുതലെടുപ്പ്. അപ്പോ ഈ പെൺകുട്ടി തന്നെ മറ്റൊരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഡ്രസ്സിങ് മോശമല്ലല്ലോ, ഞാൻ ഭർത്താവുമായിട്ട് സ്നേഹത്തിൽ കഴിയാണ്, ഞാനും ഭർത്താവും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഞാൻ എൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ആക്ടിങ്ങിലേക്ക് വരുന്നു എന്നൊക്കെയാണ് പറച്ചില്. പക്ഷേ കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് അഭിനയ സിംഗങ്ങളായിട്ടേ തോന്നുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു റീലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിംഗ് ആയിട്ടൊന്നും കാണുന്ന നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. ഇനി ഇവരൊക്കെ എടുത്ത് ചോദിക്കാനുള്ളത്, ഇനിയിപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഭിനയിച്ച് ഇത് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിക്കാൻ ഇത് മാത്രമല്ല കേട്ടോ തൊഴിലായിട്ടുള്ളത്, വേറെയും തൊഴിലുകൾ ഇഷ്ടപ്രകാരമുണ്ട്. ഈ കാണിക്കുന്നതിന് എന്താ പറയാ, ശുദ്ധ തമ്മാടിത്തരന്നോ അല്ലാന്നുണ്ടെങ്കിൽ കോപ്രായങ്ങളെന്നോ അങ്ങനെ വേറെന്തെങ്കിലും പേരിട്ടിട്ട് വേണം വിളിക്കാനായിട്ട്. അല്ലാതെ ഇതിനൊക്കെ എന്താണ് അഭിനയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേരിട്ട് വിളിക്കാനായിട്ട് പറ്റുമോ? ഒരാൾ നിന്ന് പാട്ട് പാടുന്നതിനനുസരിച്ച് കുറച്ച് സീൻ എടുക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ നന്നായിട്ട് മുതലെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഇത് അഭിനയമാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പോ ആ ചേച്ചിയുടെ അഭിനയമാണ് അല്ലെങ്കിൽ ആ ചേട്ടന്റെ അഭിനയമാണ് എന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചേച്ചിയുടെ മുഖത്തെ വരുന്ന വികാരം ഒന്നും നിങ്ങൾ നോക്കി നോക്കി, ചേച്ചിയുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല. ചേച്ചിക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്നുള്ള അവസ്ഥയിലാണെന്ന് തോന്നുന്നു ചേച്ചി അത് ഷൂട്ട് ചെയ്യുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. മറ്റൊന്ന് കണ്ടു നോക്ക്. തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലെ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത്? ഇതിനെന്താ പറയാ, ഒരാൾ അടുത്ത് നിന്നിട്ട് മറ്റൊരു രണ്ടുപേരെയും അടുപ്പിച്ച് അവര് അഭിനയിക്കുന്നത്, അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ എന്ത് വികാരമാണ് വരുന്നതെന്ന് നോക്കിയിട്ട് വെള്ളം ഇറക്കുന്നു. ഇവിടെ ആറാട്ടനാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് തൊടയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആറാട്ടണ്ണനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വികാരമാണ് വരുന്നതെന്ന് ആറാട്ടണ്ണനെ പോലും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പോ ചുള്ളൻ അവിടെ സത്യം പറയാലോ എനിക്ക് പിടിച്ച് വെള്ളം ഇറക്കുന്ന പോലെയാണ് തോന്നിയത് ആ ഒരു സീൻ കണ്ട സമയത്ത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്നെ ആരും തെറി വിളിക്കാണ്ട് എനിക്ക് കണ്ടത് തോന്നിയത് ഞാൻ പറഞ്ഞോളൂ. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കാണുമ്പോൾ എത്ര
ബോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പേരൻസിനേക്കാൾ കൂടുതൽ പിള്ളേര് മൊബൈൽ ഉപയോഗിക്കുന്ന കാലമാണ്. പിള്ളേർ ഇപ്പൊ റീൽസ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അവരിതിപ്പോ ഇത് കാണണമെന്ന് വിചാരിച്ചിട്ടോ അത് കാണണമെന്ന് വിചാരിച്ചിട്ടോ അല്ല, അവരിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വക കോപ്രായങ്ങൾ കാണുന്ന സമയത്ത് എന്താണ്, ഒരു റീല് എടുക്കുന്നതിനൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല, പക്ഷേ ചെയ്യുന്നതിനും കാണിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇത് ചെറിയ കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിക്ക് എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തിടുന്നത്. ഇവർ വീഡിയോ ചെയ്യണ്ടെന്നോ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യണ്ടെന്നോ അല്ല ഒന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ ചെയ്യുന്നത് കാണിക്കുന്നതിന് ഒരു പരിധിയിൽ ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യാം എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ ഇവർ വീഡിയോകൾ ചെയ്തിടുന്നത്. ഇപ്പൊ ഈ ആറാട്ടനാണെങ്കിലും സന്തോഷ് വർഗീസ് ആറാട്ടനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ തരം താഴ്ന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, കുറെ വിഷയങ്ങൾക്ക് ആ മനുഷ്യന് എന്തോ പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അത് മറ്റൊരാൾ നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്ക്. അപ്പൊ കൂടെ നിന്ന് പാട്ട് പാടുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ആറാട്ടണ്ണന്റെ മുഖത്ത് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഈ പെണ്ണിങ്ങനെ തൊടുകയും പിടിക്കുകയും തലോടൊക്കെ ചെയ്യുന്ന സമയത്ത് ആറാട്ടണ്ണനിൽ ഉണ്ടാവുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, വികാരം, അതിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുകയും കള്ള ചിരിച്ചിരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് അഭിനയം എന്ന് പറയുന്നത്. ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന സീനുകളല്ലേ. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അവനവനെ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സുഖം, ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെ സ്വയം പാട്ട് പാടിയിട്ട് അങ്ങോട്ട് റീലെടുക്കുന്നതിന്റെ പേരും പറഞ്ഞ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ. നമുക്കറിയാം രേണു സുധി ആറാട്ടണ്ണന്റെ കൂടി ഇവരൊക്കെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയ്യോ, ഇവരൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് രേണുസുധി 100 ഇരട്ടി പേരെന്ന് പറയേണ്ടി വരും കേട്ടോ. അയ്യോ, നമുക്ക് രേണുസുധിയുടെ അടുത്ത് പല കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇപ്പോ പമ്പ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് വന്നിട്ടുണ്ട്. ഇപ്പൊ രേണുസുധിക്ക് പകരം വന്ന് കയറിയിട്ടുള്ളതാണ് കേട്ടോ. പമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ്. ഇപ്പൊ രേണുസുധിക്ക് 2000-3000 ഒന്നും കൊടുത്താൽ പറ്റത്തില്ല, കൂടുതൽ എമൗണ്ട് വേണം എന്ന് പറഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു ഈ പമ്പ എന്നാണ് അതിന്റെ പേര്, പെണ്ണിന്റെ പേര്. ചുള്ളത്തി വന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഈ പറയുന്ന ഫേസ്ബുക്കും ഒക്കെ തുറന്നു കഴിഞ്ഞ് ഈ പെണ്ണിന്റെ തുണി അഴിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും മാത്രമേ ഉള്ളൂ. പേരെന്താണ്? റീലെടുക്കുന്നു, ഷോർട്ട് ഫിലിം എടുക്കുന്നു. ചോദിച്ചപ്പോൾ എന്താണ്, ഞാൻ ഡോക്ടറാണെന്നാണ് പറയുന്നത്. ഒരു ഡോക്ടർക്ക് വേറെ തൊഴിലില്ലേ? ഇവിടെ വന്നിട്ട് ഇനി അഭിനയത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ 2000 ഫ്രഷേഴ്സിനെ കൊടുക്കുന്നത് 2000-3000 ആണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ ആ വ്യക്തിയുടെ അടുത്ത് പെരേരയാണ് പറഞ്ഞത്. ഈ പെരേരപ്പാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ 2000-3000 വന്നിട്ട് ഈ വക കോപ്രായങ്ങൾ കാണിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്റെ പമ്പേ എന്ന് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നി അത് കണ്ട സമയത്ത്. ഇതിപ്പോ നമുക്ക് റെക്കമെൻഡേഷൻ ഇങ്ങനെ കാണുന്ന സമയത്ത് 1-2 വീഡിയോസ് നമ്മൾ ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും 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 ഇവരുടെ തന്നെ വീഡിയോസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിപ്പോ സോഷ്യൽ മീഡിയ നമുക്കറിയാലോ, നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒന്നിങ്ങനെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പൊ എനിക്ക് പറ്റിയ പ്രശ്നം. ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുഴുവനായിട്ട് 1-2 വീഡിയോസ് കണ്ടു. പിന്നെ എനിക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ വക വീഡിയോസ് മാത്രമേ വരുന്നുള്ളൂ. കണ്ട് 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 തലക്കിങ്ങനെ പെരുപ്പിടു തുടങ്ങി കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ട സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, അഭിനയത്തിനെയോ ഷോർട്ട് ഫിലിമിനെയോ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവരുടെ വേഷവിധാനം, ഈ പെമ്പര വേഷവിധാനം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാട്ടോ. അപ്പൊ എന്തിനാണ് തുണി എടുത്തിരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നത്. എനിക്ക് പിന്നെ കാണാനായിട്ട് എന്തെങ്കിലും ഷേപ്പോ ഭംഗിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും ഞാൻ സഹിച്ചേരേട്ടോ. അല്ല, അപ്പൊ ഇപ്പൊ പറയും ബോഡി ഷേമിങ് നടത്തിയെന്ന്. ബോഡി ഷേമിങ് നടത്തിയതൊന്നുമല്ല, നമുക്ക് കാണുന്ന സമയത്ത് തോന്നുന്നൊരു കാര്യം പറഞ്ഞത്. നിങ്ങൾ ആ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കി നോക്ക്. എന്റെ പൊന്നു, പച്ച തെറിയും ചീത്തയും ഇവരുമാരൊക്കെ എന്താ വിളിക്കണ്ടേന്ന് ചോദിച്ചുകൊണ്ടും എന്തൊക്കെയാ കമന്റ് ബോക്സിൽ എന്നറിയോ. കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് എല്ലാവരും ഇത് കണ്ട് രസിക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇത് കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാവുന്നത് കൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എത്രയധികം കുട്ടികൾ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും. അവരിത് കാണുന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കും, ആ വീഡിയോ കാണുന്ന സമയത്ത് ഇതുപോലുള്ള വൃത്തികേടുകൾ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ മോശമല്ലേ. അപ്പൊ പേരൻസ് ചിലപ്പോൾ നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മളറിയാതെ ഫോൺ എടുത്തായിരിക്കും പിള്ളേര് ഏത് നേരെ ഇപ്പൊ നമ്മൾ പിന്നാലെ പിള്ളേരെ പുറകെ നടക്കുന്നില്ല. കുട്ടികൾക്ക് എത്ര ഫോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും പിള്ളേര് ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമിക്ക പേരും. അപ്പോൾ അതിന്റെ പേരിൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരുന്നൂടെ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഒട്ടുമിക്ക കുട്ടികളും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്നത് എന്താ, നമുക്ക് തന്നെ തോന്നുന്ന ഒരു ഇറിറ്റേഷൻ, വെറുപ്പ്. പക്ഷെ കാണുന്ന മറ്റുള്ളവർക്ക്, ഈ കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കില്ലേ തോന്നുന്നത്. ഇവരെന്തീ കാണിക്കുന്നേ എന്നുള്ള ഒരു ആകാംക്ഷയോടെ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കും.
അല്ലെങ്കിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ഇവർ കണ്ടതിന് ശേഷം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്നത് എന്തുവാണിത്? എന്ത് മഹാവൃത്തികേടാണ് കാണിച്ചു കൂട്ടുന്നത്? ഇപ്പോ അഭിനയത്തിന്റെ പേരും പറഞ്ഞ് എന്ത് കോപ്രായവും എന്ത് തെണ്ടിത്തരവും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇതൊന്ന് കണ്ടു നോക്ക്. ഇനിയിപ്പോ ഇത് അഭിനയം എന്ന് പറയുമോ നിങ്ങള്? വെറുതെ എടുത്തു പൊക്കാനായിട്ട് പറയുന്നു. ആറാട്ടണ്ണൻ വന്ന് നിൽക്കുന്നു, ആ പെണ്ണ് പിടിച്ച് പൊന്തിക്കുന്നു, ആറാട്ടണ്ണൻ എടുത്ത് പൊക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കണ്ടപ്പോ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ, നമ്മുടെ ആ ചേച്ചിനെ ഒന്ന് എടുത്ത് പൊക്കണം. ചേച്ചിനെ എടുത്ത് പൊക്കാൻ വരുമ്പോ ചേച്ചി പറയുന്നുണ്ട് വേണ്ട 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 എന്ന് പറയുന്നുണ്ട്. ചേച്ചിക്ക് എന്തോ അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല എന്ന് തോന്നുന്നു ചേച്ചിയുടെ സംസാരത്തിൽ. അപ്പൊ ചേച്ചി വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അത് യൂട്ടിലൈസ് ചെയ്ത്, അങ്ങനെ തന്നെ ഞാൻ പറയും, വലിയ മാറ്റമൊന്നുമില്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ശരിക്കും അതിന് വേണ്ടി എടുത്തു പൊക്കുന്നു. ഓ എന്താ ഒരു സീൻ, എന്താ ഒരു അഭിനയം! അഭിനയ കുലപതികളെ എന്ന് എനിക്ക് വിളിക്കാനായിട്ട് തോന്നിയത്. അപ്പൊ ഇതിന്റെ പേരിൽ ഇനിയിപ്പോ എന്നെ ആരും തെറി വിളിക്കാനൊന്നും വരണ്ട. കണ്ട സമയത്ത് ഇതൊക്കെ എടുത്തോണ്ട് എന്താ പറയേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു. കാണുന്ന സമയത്ത് മഹാബോറായിട്ട് എനിക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറിച്ചൊക്കെ ഇരുന്ന് വന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കും തെറി വരും. അവരുടെ പേഴ്സണൽ കാര്യത്തിൽ എന്തിലിടപെടുന്നു, അവര് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടല്ലേ, അവര് അഭിനയിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുറച്ച് പേരെന്നെ തെറി വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇതിന് സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടന്റ് എടുത്തിട്ടാലും അതിനെതിരെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിപ്പോ എനിക്കെന്നല്ല നിങ്ങൾക്കായാലും ഉണ്ട്. ഇവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് തിരിച്ച് അവർക്ക് മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത്ര തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണൽ ജീവിതത്തിനെ കുറിച്ചോ പേഴ്സണൽ അവരുടെ കാര്യങ്ങളെ കുറിച്ചോ സംസാരിച്ചില്ല. ഇവർ കാണിച്ചിടുന്ന കോപ്രായങ്ങൾ വെറും വൃത്തികെട്ട കോപ്രായങ്ങൾ, പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നുള്ള ആ തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ അതിന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഫെയിമിന് വേണ്ടി, ഒരു പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടി എന്തും ചെയ്യാം, എന്ത് വൃത്തികേടും കാണിക്കാം എന്നുള്ള തരത്തിലുള്ള ഈ കോപ്രായങ്ങൾ കാണുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്തായാലും പ്രതികരിച്ചു പോകും. ആ ഒരു പ്രതികരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ആറാട്ടണ്ണനും ഈ പറയുന്ന ഈ പെരേരയും ഇവരൊക്കെ പാടെ കൂടിയിട്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് റീൽസ് എന്ന പേരിൽ നടത്തുന്നത് എന്ത് എന്നൊരു ചോദ്യമാണ് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ എടുക്കുന്നത് ഷോർട്ട് ഫിലിം റീൽസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് കാണുന്ന നമുക്ക് തോന്നുന്നത് ഇത് അതാണെന്ന് തോന്നുന്നില്ല. ഇതിന് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാനൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഈ പറയുന്ന ആൾക്കാരൊക്കെ രേണുസുതി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ രേണുസുതിനെ നമിച്ചു പോവാണ്. എന്തായാലും ഈ വക കോപ്രായങ്ങൾക്കൊന്നും നിന്നിട്ടില്ല. പണത്തിന് വേണ്ടിയിട്ടാണ് അവരെ കൂടെ അഭിനയിക്കാൻ പോയത്. പണം അത്യാവശ്യം ചോദിച്ചപ്പോൾ പെരേര കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രേണു അഭിനയിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. രേണു ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പറയാം. പക്ഷേ ഈവിളുമാരൊക്കെ കാണുന്ന സമയത്ത്, ഒരു ഡോക്ടറായിട്ടുള്ള ഈ പെണ്ണൊക്കെ കാണിക്കുന്ന സമയത്ത് ജീവിക്കാനാണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ മോളെ. ഇവിടെ ഫെയിമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിനക്കെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണം പറയാനായിട്ട്. ഇക്കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ സിനിമകളിലും മറ്റു കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നില്ലേ എന്ന് ചോദിക്കും. സംഭവം ശരിയാണ്, സിനിമയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും വൾഗറല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ സിനിമയിലും മറ്റും കാണിക്കുന്നത്. പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ തുറക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വക റീലുകളും കാര്യങ്ങളും. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവരെ മോശമായി ചിത്രീകരിക്കണം എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചതൊന്നല്ല. പക്ഷെ അവരിങ്ങനെ കാണിക്കുന്നത് അത്രയും മോശമായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അത്രയും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശം, അത്രയും വൾഗറായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഏതാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് മറ്റേ അതിന് ചിഹ്നം കൊടുക്കേണ്ടത് വേറെ ചിഹ്നമൊക്കെയാണ്. ഈ വീഡിയോസിനൊക്കെ ചിഹ്നം കൊടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അഡൽട്സ് ഓൺലി എന്നുള്ള ലെവലിൽ മാത്രം വേണം. പക്ഷേ ഇതിപ്പോൾ ആര് തുറന്നാലും കാണാനുള്ള അവസ്ഥയാണ്. അഡൽട്സ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ഇവരിട്ടാൽ പോലും ഇത് ഫേസ്ബുക്ക് ഇത് തുറക്കുന്ന ആൾക്കാർക്ക് ആർക്കും കാണാം, കുട്ടികളും കാണും, എല്ലാവരും കാണും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എങ്കിൽ പിന്നെ ഇവരുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നോ അങ്ങനെ എന്തെങ്കിലും നിയമം വെക്കേണ്ടി വരും. അല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്നത് അത്രയും വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. ഇത് അഭിനയം എന്നുള്ള പേര് അല്ലെങ്കിൽ ജീവിക്കാനുള്ള കഷ്ടപ്പാട് എന്നൊക്കെയാണ് ഇതിനെ പേരിട്ട് വിളിക്കുന്നത്. പക്ഷേ ഇതിനെ പേരിട്ട് വിളിക്കേണ്ടത് മറ്റെന്തെങ്കിലും പേരാണെന്ന് എനിക്ക് തോന്നിപ്പോവാണ് ചില സമയത്ത് എന്നല്ല, ഇത് കാണുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്
ചെയ്തോളൂ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഏത് പമ്പയാണെങ്കിലും ശരി, ഏത് പാമ്പാടിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഞാൻ കണ്ടതിനെ കുറിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. നീയൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്ന തോന്നിവാസത്തിനും കോപ്രായങ്ങൾക്കും, തുണിയില്ലാതെ കാണിച്ചു കൂട്ടുന്ന ഫെയിമിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോ ഈ ഇവളുമാരൊക്കെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തിനു റിവ്യൂ ചെയ്യണം, നിങ്ങൾ എന്തിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയണം എന്നൊക്കെ ഇതിലേതൊക്കെയോ പറയുന്നത് ഞാനും കേട്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ലേ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അല്ലാതെ നിങ്ങളെ വീടിന്റെ അകത്തിരുന്നിട്ടല്ലല്ലോ ഇതൊന്നും കാണിച്ചു കൂട്ടുന്നത്. ഇനിയിപ്പോ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം അത് കാണുന്ന ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ഇപ്പൊ തുണിയുണ്ടെങ്കിലും തുണിയില്ലെങ്കിലും ചെയ്യുന്നത് വൃത്തികേടാണേ, വൃത്തികേട് തുറന്നു പറയാതെ നിവർത്തിയില്ല. പമ്പയ്ക്ക് തുണിയില്ല, ഈ കക്ഷിക്ക് കൂടെ ഞാൻ വേറൊരു പെണ്ണിന്റെ വീഡിയോ കാണിച്ചില്ല, അതിന്റെ പേരെന്താന്ന് സത്യം പറഞ്ഞെനിക്ക് അറിയില്ല കേട്ടോ. അതിന്റെ തുണിയൊക്കെ ഉണ്ട് കേട്ടോ, വൃത്തികേടായിട്ട് ഡ്രസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മുഖത്ത് യാതൊരുവിധ ഭാവാഭിനയങ്ങളും ഇല്ലാത്ത ഒരാളെ വെച്ചുകൊണ്ട് അവർ ഈ കാണിക്കുന്ന ഈ ആക്ഷൻസും ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങള്. അപ്പൊ അത് എന്തുദ്ദേശമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന്റെ ഉദ്ദേശം എന്ത് എന്നൊരു ചോദ്യചിഹ്നം എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള സ്ഥലങ്ങളല്ല എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒന്ന് കുറച്ചൊക്കെ മാന്യതയും കുറച്ചൊക്കെ വൃത്തിയും കാണിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്തും നിങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന് ചെയ്യേ. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് കുട്ടികളെ കൂടി വഴി തെറ്റിക്കുന്ന രീതിയിലേക്ക് ചെയ്യല്ലേ മക്കളെ എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ. ഇനിയിപ്പോൾ ഈ വീഡിയോ എങ്ങനെ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ അതിനെതിരെ പ്രതികരിച്ചിരിക്കും.